ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ആസ്ക് ആൻഡ് ലേൺ എന്ന് പറയുന്ന എപ്പിസോഡിൽ മൂന്നാമത്തെ വീഡിയോ ആണിത് അല്ലേ. ആസ്ക് ആൻഡ് ലേൺ, ചോദിച്ച് പഠിക്കാം നമുക്ക് അല്ലേ. ചോദ്യങ്ങൾ ചോദിക്കാം, അതിൻ്റെ കൂടെ തന്നെ ഉത്തരവും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ അതുപോലെ നമ്മൾ ഈ മൂന്നാമത്തെ വീഡിയോയിൽ, അതായത് ആസ്ക് ആൻഡ് ലേൺ എന്ന് പറയുന്ന സീരീസിലെ മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് അഡ്ജക്റ്റീവ് ആ ഒരു മോഡലാണ് ഇന്ന് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരവസ്ഥയാണ്. ആകുക അല്ലേ, ആകുക അല്ലെങ്കിൽ ആയിരിക്കും, ആകും, ആയിരുന്നു എന്നൊക്കെ പറയുന്നത്. ബി എന്ന് പറഞ്ഞാൽ എന്താ? ആകുക. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് ഫോമാണ് എന്ത്? ഈസ്, ആം, ആർ. ക്ലിയർ? അപ്പോൾ അതൊരു നമ്മളുടെ ഒരു അവസ്ഥയെ കാണിക്കാനാണ്. അതായത് നിങ്ങൾ ആർ യു ഹാപ്പി വിത്ത് ദിസ് ട്രെയിനിങ് പ്രോഗ്രാം? ആർ യു ഹാപ്പി വിത്ത് മൈ വീഡിയോസ്? ഓക്കെ, എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടോ? ആർ യു ഹാപ്പി? നിങ്ങൾ സന്തോഷവാന്മാരാണോ? ക്ലിയർ? അപ്പോൾ ആ ഒരു അവസ്ഥയാണത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. ആർ യു ഹാപ്പി? ക്ലിയർ? അപ്പോൾ ആ ഒരു അവസ്ഥ. അപ്പോൾ പലർക്കും സംശയമുള്ള ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഡു യു ഹാപ്പി എന്ന് ചോദിക്കാത്തതെന്ന്. അപ്പോൾ നമ്മൾ ഡു യു പ്രാക്ടീസ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? അപ്പോൾ അവിടെ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഡു യു പ്രാക്ടീസ് അല്ലേ? പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഡിഡ് യു പ്രാക്ടീസ്, നിങ്ങൾ ഇന്നലെ പ്രാക്ടീസ് ചെയ്തിരുന്നോ? ഡിഡ് യു പ്രാക്ടീസ് യെസ്റ്റർഡേ? ക്ലിയർ? അപ്പോൾ അവിടെ ഒരു പ്രവൃത്തി ചെയ്യുക. ഓക്കെ, അപ്പോൾ അപ്പോഴാണ് ഈ ഡു, ഡിഡ് ഒക്കെ വരുന്നത്. പക്ഷേ ആർ യു ഹാപ്പി എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു അവസ്ഥയാണ്. നിങ്ങൾ സന്തോഷവാനാണോ? ഒരവസ്ഥയാണത്, അത് ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആർ ഉപയോഗിക്കും. അതുപോലെ നമ്മൾ ആർ ഉപയോഗിക്കുന്ന വേറൊരു സന്ദർഭം എന്ന് പറയുന്നത്, ആർ യു പ്രാക്ടീസിങ് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മളത് ഉപയോഗിക്കും. ആർ യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്? ഓക്കെ, ആർ യു വർക്കിംഗ് നൗ? ആർ യു പ്രിപ്പയറിങ് ഫുഡ്? അപ്പോൾ പ്രിപ്പയറിങ് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ? ക്ലിയർ? അപ്പോൾ ഒരു കണ്ടിന്യൂറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ആർ ഉപയോഗിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. അപ്പോൾ നമ്മൾ പിന്നീട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ ബി, സബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് അഡ്ജക്റ്റീവ്, ആ മോഡൽ ആൻസർ വരുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ അവസ്ഥയാണ് അവിടെ നോക്കുന്നത്. നിങ്ങൾ ഹാപ്പി ആണോ? ആർ യു ഹാപ്പി? ആർ യു ഹാപ്പി? ആർ യു സാഡ്? ആർ യു സാഡ്? നിങ്ങൾ ദുഃഖിതനാണോ? ഒരവസ്ഥ. ആർ യു സീരിയസ്? നിങ്ങൾ സീരിയസ് ആണോ? ഓക്കെ. ആർ യു ടയേർഡ്? നിങ്ങൾ ക്ഷീണിതനാണോ? ആർ യു ടയേർഡ്? ഇനി അതിൻ്റെ ആൻസർ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ആർ യു ഹാപ്പി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ ഈ സബ്ജക്റ്റ് വെർബ് എന്നുള്ള ഇതിൻ്റെ താഴെ ഞാൻ എഴുതി കാണിച്ചൊരു ആൻസർ. അപ്പോൾ യെസ് ഐ ആം. അപ്പോൾ യെസ് ഐ, സബ്ജക്റ്റ് ആരാ? ഐ ആം ഹാപ്പി. അപ്പോൾ അവിടെ അഡ്ജക്റ്റീവായിട്ട് വരുന്ന ആരാണ്? ഹാപ്പി. ഓക്കെ, ദെൻ സബ്ജക്റ്റ് ഐ. ബിയുടെ പ്രസൻറ്റ് ഫോമാണ് എന്ത്? ഈസ്, ആം, ആർ. അപ്പോൾ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ് എന്ത് വന്നത്? ആം വന്നത്. അപ്പോൾ ഐ ആം ഹാപ്പി. അപ്പോൾ ആ മോഡൽ ആൻസർ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. ക്ലിയർ? അതുപോലെ ഈ അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, ഗ്രാമറൊന്നും അറിയില്ലെങ്കിലും നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരുപാട് വേർഡ്സുകളുണ്ട്, അഡ്ജക്റ്റീവ്സുകളുണ്ട്. അത് പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും ചോദിക്കാം, ആൻസറും പറയാം. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഹാപ്പി, സാഡ്, സീരിയസ്, ടയേർഡ്. ഓക്കെ, ദെൻ ബ്യൂട്ടിഫുൾ, മനോഹരം. ദാറ്റ് ഫ്ലവർ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ആ ഫ്ലവർ വളരെ മനോഹരമായിരിക്കുന്നു. ആ ഫ്ലവറിനെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്? ബ്യൂട്ടിഫുൾ എന്നുള്ളത്. മനസ്സിലായി? ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്? അഡ്ജക്റ്റീവ്. ക്ലിയർ? അപ്പോൾ ബ്യൂട്ടിഫുൾ. തേഴ്സ്റ്റി. ഓക്കെ, തേഴ്സ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദാഹം അല്ലേ, ദാഹിക്കുന്ന. അപ്പോൾ ആർ യു തേഴ്സ്റ്റി? ആർ യു തേഴ്സ്റ്റി? അപ്പോൾ നിനക്ക് ദാഹിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ദാഹിക്കുന്ന അവസ്ഥയിലാണോ എന്നുള്ള ഇന്നർ മീനിങ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആർ യു ഹംഗ്രി? നിനക്ക് വിശക്കുന്നുണ്ടോ? ഓക്കെ, ആർ യു ഹംഗ്രി? അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ആൻസർ ശ്രദ്ധിക്കേണ്ടത് ആർ യു, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? അപ്പോൾ ആൻസർ എന്താ പറയണ്ടേ? യെസ് ഐ ആം ഓർ ഐ ആം നോട്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ, അത് നിങ്ങൾ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. യെസ് ഐ ആം ഓർ ഐ ആം നോട്ട്, അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ആർ യു തേഴ്സ്റ്റി?
ഓക്കെ. ആർ യു ഹംഗ്രി? നിങ്ങൾ ആൻസർ പറയണേ. ഓക്കെ. ഐ ആം നോട്ട്. യെസ്, ഐ ആം ഹംഗ്രി. ഓക്കെ. ദെൻ ആം ഐ റൈറ്റ്? ആം ഐ റൈറ്റ്? ഞാൻ കറക്റ്റ് ആണോ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ശരിയാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? അപ്പം ആം ഐ റൈറ്റ്? ആം ഐ ഓക്കെ? ആം ഐ മിസ്റ്റേക്കൺ? എനിക്ക് തെറ്റ് പറ്റിയോ? ആം ഐ മിസ്റ്റേക്കൺ? ഓക്കെ. ആം ഐ മിസ്റ്റേക്കൺ? അത് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഐ ആം മിസ്റ്റേക്കൺ എന്ന് പറഞ്ഞാൽ എനിക്ക് തെറ്റ് പറ്റി. ക്ലിയർ? അപ്പോൾ ആം ഐ റൈറ്റ്? ഓക്കെ. അപ്പോൾ എന്താ ആൻസർ? യെസ് യു ആർ. നിങ്ങളുടെ കറക്റ്റാണ്. യെസ് യു ആർ. ഓക്കെ. ദെൻ ആം ഐ മിസ്റ്റേക്കൺ? നോ, യു ആർ ഇൻ. അപ്പോൾ യു ആർ ഇൻ എന്ന് പറയുമ്പോൾ നമ്മൾ യു ആണ്ട്, യു ആണ്ട് അങ്ങനെയും പറയാം സ്പോക്കൺ ഇംഗ്ലീഷിൽ. അപ്പോൾ ഈ ആറിൻ്റെ എന്നുള്ളത് നമ്മൾ ആറ് ആ പുറത്തേക്ക് കേൾക്കണം എന്നില്ല. യു ആർ ഇൻ. ഓക്കെ. യു ആണ്ട്, നോ യു ആണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൺട്രാക്ഷൻ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പോസിറ്റീവ് ആണെങ്കിൽ യെസ് യു ആർ, നെഗറ്റീവ് ആണെങ്കിൽ നോ യു ആർ ഇൻ. ക്ലിയർ? നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ. ഇനി ആം ഐ സ്മാർട്ട്? ആം ഐ സ്മാർട്ട്? ഞാൻ സ്മാർട്ടാണോ? യെസ് യു ആർ. യു ആർ വെരി സ്മാർട്ട്. ക്ലിയർ? ദെൻ ആം ഐ ക്ലവർ? ആം ഐ ക്ലവർ? ക്ലവർ മീൻസ് ബുദ്ധിമാനായ, അല്ലെങ്കിൽ സാമർഥ്യമുള്ള എന്നൊക്കെ അർത്ഥത്തിൽ വരും. ഓക്കെ. ആം ഐ സ്മാർട്ട്? ഓക്കെ. ദെൻ ആം ഐ സ്മാർട്ട്? യെസ് യു ആർ. ഞങ്ങളുടെ ആൻസർ പറയാം. യെസ് യു ആർ. നൗ ഈസ് ഹി ഹാൻസം? അവൻ സുന്ദരനാണോ? ഈസ് ഹി ഹാൻസം? ഓക്കെ. അപ്പോൾ ഹി വരുമ്പോൾ ഈസ്. ഈസ് ഷീ റിച്ച്? അവൾ പണക്കാരിയാണോ? ഈസ് ഷീ റിച്ച്? ഓക്കെ. ദെൻ ഈസ് ഷീ ബ്യൂട്ടിഫുൾ? ഈസ് ഷീ ബ്യൂട്ടിഫുൾ? ഓക്കെ. അവൾ സുന്ദരിയാണോ? ഇത് അവൻ സുന്ദരനാണോ? ഈസ് ഷീ ബ്യൂട്ടിഫുൾ? ക്ലിയർ? ഈസ് ഷീ ടോൾ? അവൾ പൊക്കമുള്ളവളാണോ? ഓക്കെ. ഈസ് ഷീ ടോൾ? അപ്പോൾ ഇതൊക്കെ ഓർക്കുക. തേഴ്സ്റ്റി, ഹംഗ്രി, മിസ്റ്റേക്കൺ, സ്മാർട്ട്, ഹാൻസം, ബ്യൂട്ടിഫുൾ, റിച്ച്, ടോൾ. ഇതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഓക്കെ. ദെൻ ഈസ് ഹി എനർജറ്റിക്? ഈസ് ഹി എനർജറ്റിക്? യെസ് ഹി ഈസ് എനർജറ്റിക്. ഈസ് ഹി ക്ലംസി? ക്ലംസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ശ്രദ്ധയില്ലാത്ത, റെക്ലെസ്, കെയർലെസ്. ഓക്കെ. നമ്മൾ ചെയ്യുന്ന എല്ലാം ചിലപ്പോൾ അബദ്ധങ്ങളായിരിക്കും. ഓക്കെ. ക്ലംസി. ഈസ് ഹി ക്ലംസി? ഇപ്പം നമ്മൾ ഒരു സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കില്ല അല്ലേ? അപ്പോൾ നമ്മൾ തട്ടി വീഴാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ മിക്കവാറും നമ്മൾ അതിന് പോയിട്ട് കാലോ കയ്യോ ഒക്കെ തട്ടി വീഴുക, അല്ലെങ്കിൽ പാത്രങ്ങൾ തട്ടിയിടുക. അതൊക്കെ അതിന് എക്സാമ്പിളാണ്. ക്ലംസി ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ. അശ്രദ്ധ. ഓക്കെ. കെയർലെസ്. ആൻഡ് യു ക്യാൻ ഗൂഗിൾ ദിസ് വേർഡ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദിസ്? ഓക്കെ. ദെൻ ഈസ് ഹി എനർജറ്റിക്? യെസ് ഹി ഈസ് വെരി എനർജറ്റിക്. ആൻഡ് ഈസ് ഹി ക്ലംസി? യെസ് ഹി ഈസ് ക്ലംസി. ഈസ് ഹി ക്വയറ്റ്? ശാന്തനാണോ? ക്ലിയർ? ദെൻ ഈസ് ഇറ്റ് സണ്ണി? ഇനി നമ്മൾ ഇറ്റ് എന്നുള്ള വെർബ് എടുക്കുക. ഈസ് ഇറ്റ് നൈസ്? ഇത് നല്ലതാണോ? ഈസ് ഇറ്റ് നൈസ്? വളരെ സിമ്പിളായൊരു വേർഡാണ്, എന്നാലും നമുക്കൊരു പെട്ടെന്ന് ഒരു ആവശ്യത്തിന് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റി, ഓർമ്മ വിട്ടില്ല. ഓക്കെ. ദെൻ ഈസ് ഇറ്റ് നൈസ്? ഈസ് ഇറ്റ് ഗുഡ്? ഈസ് ഇറ്റ് ബാഡ്? ഇത് നല്ലതാണോ മോശമാണോ? ക്ലിയർ? ദെൻ ഈസ് ഇറ്റ് സണ്ണി? വെയിലാണോ? ഓക്കെ. ഈസ് ഇറ്റ് സണ്ണി? സണ്ണി മീൻസ് വെയിൽ. ഓക്കെ. ദെൻ ഈസ് ഇറ്റ് റെയിനി? ഇപ്പോൾ റെയിൻ നല്ല കേട്ടോ, ഈസ് ഇറ്റ് റെയിൻ എന്നല്ല, ഈസ് ഇറ്റ് റെയിനി? റെയിനി ആ ഒരു സീസൺ, ആ ഒരു അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായി അവസ്ഥ? അപ്പോൾ മഴയൊക്കെ പെയ്ത് ആകപ്പാട് ഒരു തണുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ, റെയിനി. അപ്പോൾ നമ്മൾ റെയിനി സീസൺ എന്നല്ലേ പറയാം, റെയിൻ സീസൺ എന്നാണോ? അല്ല, റെയിനി സീസൺ. അപ്പോൾ ആ ഒരു സീസണിനെ കുറിച്ച് മൊത്തത്തിൽ ചോദിക്കുന്നതാണ്. ഈസ് ഇറ്റ് റെയിനി? അപ്പോൾ നമ്മൾ വാട്ട്സ് ദ വെദർ ലൈക്ക്? ഓക്കെ. വാട്ട്സ് ഇറ്റ് ലൈക്ക് ഔട്ട്സൈഡ്? വാട്ട്സ് ദ വെദർ ടുഡേ എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ് ഈസ് സൺ അല്ല, ഇറ്റ് ഈസ് സണ്ണി. ഇറ്റ് ഈസ് റെയിനി. ഇറ്റ് ഈസ് ഹോട്ട്. ക്ലിയർ? അപ്പോൾ ഈസ് ഇറ്റ് ഹോട്ട് ഔട്ട്സൈഡ്? പുറത്ത് നല്ല ചൂടുണ്ടോ? ഈസ് ഇറ്റ് കോൾഡ്? തണുപ്പാണോ? ക്ലിയർ? ഇപ്പോൾ ഇത് നമ്മളൊരു ചായ കൊടുത്തോട്ടോ, ഈസ് ഇറ്റ് ഹോട്ട്? ആ ചായക്ക് ചൂടുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കാമല്ലോ. ക്ലിയർ? റൈറ്റ്. ദെൻ ഈസ് ഷീ സ്ലിം? ഈസ് ഷീ സ്ലിം? സ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? മെലിഞ്ഞ. ഓക്കെ. ഈസ് ഷീ ബിസി? അവൾ തിരക്കാണോ? ഈസ് ഷീ തിൻ? തിൻ എന്ന് പറഞ്ഞാലും മെലിഞ്ഞ എന്നുള്ള അർത്ഥം തന്നെയാണ് കേട്ടോ, സ്ലിം ആയാലും തിന്നായാലും. ഈസ് ഷീ സ്കിന്നി? ആകെ മെലിഞ്ഞ് ഉണങ്ങി ആ എല്ലും അല്ലേ, നമ്മൾ ചില കുട്ടികളൊക്കെ ഇല്ലേ തീരെ മെലിഞ്ഞ് നമ്മൾ കാണുമ്പോൾ അവിടെ ബോഡി എന്താ സ്ട്രക്ചർ കംപ്ലീറ്റ് നമുക്ക് മനസ്സിലാവും, അതുപോലെ. സോ ഈസ് ഷീ സ്കിന്നി? മെലിഞ്ഞുണങ്ങിയത്. ഓക്കെ. ഈസ് ഷീ സ്കിന്നി? ദെൻ ഈസ് ഷീ സ്ലൈറ്റ്ലി ഓവർ വെയ്റ്റ്? അവൾ അല്പം തടി ഉണ്ടോ അല്ലേ? കുറച്ചധികം തടി അല്ല, നല്ല പൊണ്ണത്തടിയല്ല. പൊണ്ണത്തടി ആകുമ്പോൾ ഒബേസ് എന്നാ പറയുക, OBESE. ഷീ ഈസ് ഒബേസ്. പൊണ്ണത്തടിയാണ്, ഷീ ഈസ് ഒബേസ്. ഓക്കെ. നൗ ഷീ ഈസ് സ്ലൈറ്റ്ലി ഓവർ വെയ്റ്റ് എന്ന് പറയുമ്പം എന്താ പറയുക, തടിയുണ്ട്. ഓക്കെ. അത്യാവശ്യം നല്ല തടിയുണ്ട്. ഷീ സ്ലൈറ്റ്ലി
ഓവർ വെയ്റ്റ്, അല്പം അല്പം ഓവർ വെയ്റ്റ് ആണെന്നൊക്കെ നമ്മൾ പറയില്ല, അല്പം തടി കൂടുതലാണെന്ന് പറയാറില്ലേ, അത്. ഷീ സ്ലൈറ്റ്ലി ഓവർ വെയ്റ്റ്. ഇതൊരു സ്റ്റാൻഡേർഡ് വേ ആണ് കേട്ടോ. ഷീസ് ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഷീസ് ഫാറ്റ് എന്ന് പറയരുത്. ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ അതൊരു നല്ല യൂസേജ് അല്ല. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഭാഷയല്ല അത്. ഷീസ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ ചിലപ്പോൾ പറയാറുണ്ട്, അവൾ ഭയങ്കര തടിയാണെന്ന് പറയാൻ ഷീസ് ഫാറ്റ് എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. ഈ ഷീസ് ഓവർ വെയ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ കുറച്ചുകൂടി മര്യാദയോടുകൂടി ഷീസ് സ്ലൈറ്റ്ലി ഓവർ വെയ്റ്റ് എന്നും പറയാം. ഓക്കെ, ഷീസ് സ്ലൈറ്റ്ലി ഓവർ വെയ്റ്റ്, ഇതാണ് സ്റ്റാൻഡേർഡ് യൂസേജ്. ക്ലിയർ? ഇനി അതുപോലെ ആർ ദീസ് ചെയേഴ്സ് ഓൾഡ്? ഈ ചെയേഴ്സ് പഴയതാണോ? അപ്പൊ ദീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവ. അപ്പൊ ദീസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആറാണ്. ദീസ് ആർ, ദോസ് ആർ. അപ്പൊ ദീസ് ആർ ബുക്സ്. ആർ ദീസ് ബുക്സ്? ദീസ് ആർ ഗുഡ് ബുക്സ്. ദീസ് ആർ നൈസ് ബുക്സ്. ഓക്കെ, ആർ ദീസ് ഗുഡ് ബുക്സ്? ഇവ നല്ല ബുക്കുകളാണോ? ഓക്കെ, ഇനി ആ ഷെൽഫിൽ കുറേ പുസ്തകങ്ങൾ അവിടെ ഉണ്ട്, എൻ്റെ അടുത്തല്ല, ദൂരെയുള്ളത്. അപ്പോൾ ദോസ് ആർ മൈ ബുക്സ്. അവർക്ക് എൻ്റെ ബുക്കുകളാണ്. ദോസ് ആർ അവ, ദോസ് അവ, ദീസ് ഇവ. ക്ലിയർ? ദാറ്റ് അത്, ഇറ്റ് ഇത്. ക്ലിയർ? ദെൻ ദിസ് ഇത് തന്നെയാണ്. ക്ലിയർ? ദെൻ ആർ ദോസ് ചെയർസ് ഓൾഡ്? ആ ചെയറുകളൊക്കെ പഴയതാണോ? ആർ ദീസ് ചെയർസ് ന്യൂ? ഈ ചെയറുകളൊക്കെ പുതിയതാണോ? ക്ലിയർ അല്ലേ? ദെൻ ആർ ദോസ് ഷർട്ട്സ് ഫാഷനബിൾ? ആ ഷർട്ടുകളൊക്കെ ഫാഷനബിൾ ആണോ? നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പ് കയറി അവിടെ കാണുന്ന, ദൂരെ കാണുന്ന ആ ഷർട്ടുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് ചോദിക്കണം, അതൊക്കെ ഫാഷനബിൾ ആണോ? ഇസ് ഇറ്റ് ട്രെൻഡി? ഇപ്പോഴുള്ള ട്രെൻഡി ഷർട്ടുകളാണോ അതൊക്കെ? ഓക്കെ, ദെൻ ആർ ദോസ് ഷർട്ട്സ് ഫാഷനബിൾ? ഇനി അത് എക്സ്പെൻസീവ് ആണോ എന്ന് എങ്ങനെയാ ചോദിക്കുക? ആർ ദോസ് എക്സ്പെൻസീവ്? യെസ് ദേ ആർ. അപ്പോൾ ആൻസർ പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, യെസ് ദേ ആർ, നോ ദേ ആറിൻറ്റ്, ദേ ആറിൻറ്റ്. ഓക്കെ, ദെൻ എക്സ്പെൻസീവ് ആണോ? ഇനി ആർ ദേ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്? അവ മാർക്കറ്റിൽ അവൈലബിൾ ആണോ? അവ മാർക്കറ്റിൽ അവൈലബിൾ ആണോ? ആർ ദേ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്? നോ ദേ ആർ നോട്ട് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അവ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. മനസ്സിലായി? അത് അവിടെ കിട്ടുമെന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ, അതാണ് അവൈലബിൾ എന്നുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു സാധനം അത് നമുക്ക് അവിടെ കിട്ടുമോ, നിങ്ങളുടെ മാർക്കറ്റിൽ കിട്ടുമോ എന്നൊക്കെ ചോദിക്കാൻ ആർ ദീസ് അവൈലബിൾ ഓർ ഈസ് ഇറ്റ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്? ക്ലിയർ അല്ലേ? വെരി നൈസ് യൂസേജ് ആണ്. നോ, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ആർട്ട്? ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ആണ് കേട്ടോ. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ആർട്ട്? നിങ്ങളുടെ സ്ക്രീനിൽ ഇത് 14th സെൻറ്റൻസ് കാണുന്നില്ലേ? ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ആർട്ട്? നിങ്ങൾ ആർട്ടിൽ ഇൻട്രസ്റ്റഡ് ആണോ? ഇൻട്രസ്റ്റഡ് ഇൻ ആണ്. ഇനി പെയിൻറ്റിങ്ങിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കാൻ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ പെയിൻറ്റിങ്? ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് താല്പര്യം ഉണ്ടോ? ഓക്കെ, അപ്പോൾ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ പെയിൻറ്റിങ്? ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ കുക്കിംഗ്? യെസ് ഐ ആം ഇൻട്രസ്റ്റഡ്. നോ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇതൊക്കെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനും കൂടെ നമ്മൾ പഠിക്കണം. അപ്പോൾ ആർ യു വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും പറയാൻ പഠിക്കാം. മനസ്സിലായോ? ഇനി നമ്മളിവിടെ WH ക്വസ്റ്റ്യൻസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്. അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ ഫ്ലുവൻ്റ് ആയിട്ട് ആ ഒരു ഫ്ലോ നമ്മൾക്ക് കിട്ടുള്ളൂ. അതുപോലെ ഈ വേർഡ്സുകളെല്ലാം പഠിച്ചു വെക്കുക, ഈ അഡ്ജക്റ്റീവ്സുകളെല്ലാം ഓർത്ത് വെക്കുക. ക്ലിയർ അല്ലേ? അടുത്തത്, ഈസ് ഇറ്റ് കൺഫ്യൂസിങ്? ഇത് കൺഫ്യൂസിങ് ആണോ? നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഇപ്പോൾ ഈ സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടോ? ഈസ് ഇറ്റ് കൺഫ്യൂസിങ്? ആർ ദീസ് കൺഫ്യൂസിങ്? Okay, yes, these are confusing. No, these are not confusing. These are very easy. Right. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഈസ് ഇറ്റ് ബോറിങ്? ഇത് ബോറിങ് ആണോ? ക്ലിയർ? ദെൻ am I young? ഞാൻ യങ് ആണോ? am I young? ഓക്കെ, എനിക്കെന്നൊരു കൺഫ്യൂഷൻ. am I young? യെസ് യു ആർ സോ യങ്. ഓക്കെ, ദെൻ am I fun? എന്നൊരു തമാശക്കാരിയാണോ എന്നുള്ളൊരു അർത്ഥത്തിലാണ് am I fun? ക്ലിയർ? ആർ യു witty? ക്ലിയർ? ആർ യു ഫണി? അങ്ങനെയും ചോദിക്കും. ദെൻ ഈസ് ഹി മസ്കുലാർ? മസ്കുലാർ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല മസിലൊക്കെ ഉള്ള, ജിമ്മിലൊക്കെ പോയിട്ട് നല്ല ബോഡിയൊക്കെ വെൽ ബിൽട്ട് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്താ പറയുക, പുരുഷന്മാരാണ് കേട്ടോ. ഈസ് ഹി മസ്കുലാർ? ഈസ് ഷീ മസ്കുലാർ എന്ന് ചോദിക്കില്ല. ഈസ് ഹി മസ്കുലാർ? അവിടെ അതിന് പകരം ഈസ് ഷീ ഫിറ്റ് എന്ന് ചോദിക്കാം. അവൾ ഫിറ്റ് ആണോ എന്ന് ചോദിക്കാം, പക്ഷെ അവൾ ഫാറ്റ് ആണോ എന്ന് ചോദിക്കരുത്. ഓക്കെ, ഈസ് ഷീ ഫാറ്റ് എന്ന് ചോദിക്കുമ്പോൾ അത് അല്പം റൂഡാണ്, അതൊരു സ്റ്റാൻഡേർഡ് യൂസേജ് അല്ല. അപ്പോൾ അവൾ ഈസ് ഷീ ഓവർ വെയ്റ്റ്? ഈസ് ഷീ സ്ലൈറ്റ്ലി ഓവർ വെയ്റ്റ്? അവൾക്ക് അല്പം പൊണ്ണത്തടി ഉണ്ടോ?
എന്നൊക്കെ ചോദിക്കാം നമുക്ക്. ഓക്കെ, സോ ഈസ് ഷീ ഫിറ്റ്? ആ ഫാറ്റിന് പകരം ഫിറ്റ് ആക്കിയാലോ? അവൾ ഫിറ്റാണോ, അവരുടെ ബോഡിയൊക്കെ സ്ട്രോങ് ആണോ, നല്ല ആരോഗ്യമുള്ള അല്ല ഹെൽത്തി ആണോ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അത് ചോദിക്കാം. ഈസ് ഷീ ഫിറ്റ്? ഈസ് ഷീ അത്ലറ്റിക്? നോ. ഈസ് ഷീ പ്ലംബ്? പ്ലംബ് എന്ന് പറഞ്ഞാൽ തടിച്ചു കൊഴുത്തത്. ഓക്കെ, പ്ലംബ് നല്ല കടിച്ച നല്ല തക്കാളി പോലെ ഉണ്ടാവും. ഓക്കെ, ഈസ് ഷീ പ്ലംബ്? ഈസ് ഷീ പ്ലംബ്? യെസ്, ഷീ ഈസ് പ്ലംബ്. ഓക്കെ, അങ്ങനെ ആൻസർ പറയാം. ദെൻ ആർ യു അൺഹാപ്പി? നിങ്ങൾ ദുഃഖിതനാണോ? ആർ യു അൺഹാപ്പി? ഹാപ്പിയുടെ ഓപ്പോസിറ്റ്. ആർ യു അൺഹാപ്പി? ഓക്കെ, നൗ ആർ യു സ്ലീപ്പി? നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ക്ലിയർ. ആർ യു സ്ലീപ്പി? ഓക്കെ, ദെൻ ആർ യു സ്ലീപ്പി? ദെൻ ആർ യു കംഫർട്ടബിൾ? നിങ്ങൾ കംഫർട്ടബിൾ ആണോ? ഓക്കെ, നിങ്ങൾ സംതൃപ്തനാണോ, ആ ഒരു കാര്യത്തിൽ കംഫർട്ടാണോ? ഓക്കെ, അപ്പോൾ ആർ യു സാറ്റിസ്ഫൈഡ് അങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ? ആർ യു കംഫർട്ടബിൾ? കംഫർട്ട്. ഓക്കെ, ആർ യു കംഫർട്ടബിൾ? ക്ലിയർ. യെസ്, ഐ എം കംഫർട്ടബിൾ. ക്ലിയർ. നൗ ഈസ് ഇറ്റ് ഫെയർ? ഈസ് ഇറ്റ് ഫെയർ എന്ന് വെച്ചാൽ ഫെയർ എന്ന് പറഞ്ഞാൽ ന്യായമാണോ? ഈസ് ഇറ്റ് ഫെയർ? ഇത് ന്യായമാണോ? അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കണം, അല്ല ഇത് ന്യായമാണോ? എനിക്ക് 5000 രൂപ ഇന്ന് തരാമെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് നീ തന്നോ? ഇല്ലല്ലോ, അല്ലേ? അപ്പോൾ നമ്മൾ ഈസ് ഇറ്റ് ഫെയർ? ഇത് ന്യായമാണോ? അല്ലേ? അപ്പോൾ നമുക്ക് ന്യായമല്ലാത്ത എന്തെങ്കിലും കാര്യം കാണുമ്പോൾ ചോദിക്കാം, ഈസ് ഇറ്റ് ഫെയർ? ഇറ്റ് ഈസ് നോട്ട് ഫെയർ. അത് ന്യായമല്ല, ഇറ്റ് ഈസ് നോട്ട് ഫെയർ. ക്ലിയർ. നല്ല യൂസേജാണ്, സിമ്പിൾ സെൻറ്റൻസ് ആണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട് ഫെയർ, ഇത് ന്യായമല്ല, അല്ലെങ്കിൽ അത് ന്യായമല്ല. ഓക്കെ, ദെൻ ആർ ദെയർ ഷൂസ് ചീപ്പ്? അവരുടെ ഷൂസ് വില കുറഞ്ഞതാണോ എന്നാണ്. ആർ ദെയർ ഷൂസ് ചീപ്പ്? യെസ്, ദെയർ ഷൂസ് ആർ ചീപ്പ് ഓർ ദേ ആർ എക്സ്പെൻസീവ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള സെൻറ്റൻസുകളെല്ലാം പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഐ തിങ്ക് ദിസ് വീഡിയോ ഈസ് വെരി യൂസ്ഫുൾ ഫോർ യു. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്. ബൈ.